കുംഭമാസത്തിലെ മഹാശിവരാത്രിക്കായി ഭക്തരെല്ലാം തയ്യാറായി കഴിഞ്ഞു. എല്ലാ ശിവക്ഷേത്രങ്ങളിലും ഉത്സവത്തിന്റെ കൊടിമരം ഉയർന്നു കഴിഞ്ഞു. ഞാനിപ്പോൾ നിൽക്കുന്നത് അരുവിപ്പുറം ശിവക്ഷേത്രത്തിന്റെ മുന്നിലാണ്. മറ്റുള്ള ശിവക്ഷേത്രത്തിൽ നിന്നും ഈ അമ്പലത്തെ, ഈ മണ്ണിനെ എന്താണ് വ്യത്യസ്തമാക്കുന്നത് എന്ന് ചോദിച്ചാൽ ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച ശിവലിംഗമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. വേറെയും ഒരുപാട് പ്രത്യേകതകൾ ഈ അമ്പലത്തിലുണ്ട്. ശ്രീനാരായണ ഗുരുദേവൻ 1888 ഇവിടെ ശിവപ്രതിഷ്ഠ നടത്തുന്നത്. അന്നത്തെ സാമൂഹിക പശ്ചാത്തലം വളരെ സങ്കീർണമായിരുന്നു. മനുഷ്യന് റോഡിലൂടെ നടക്കുവാനുള്ള സ്വാതന്ത്ര്യമില്ലാതിരുന്നൊരു കാലം. ഒരുപക്ഷെ നമ്മൾക്കത് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു സന്ദർഭം. ആ സന്ദർഭത്തിലാണ് ഗുരു ഇവിടെ കൊടിതൂക്കി മലയിൽ തപസ് ചെയ്യുകയും അതിനുശേഷം ഇവിടെ പ്രതിഷ്ഠ നടത്തുകയും ചെയ്യുന്നത്. അന്ന് ഈ സ്ഥലത്തെ അറിയപ്പെട്ടിരുന്നത് ശങ്കരൻ കാട് എന്നാണ്. ആ ശങ്കരൻ കാട് പണ്ട് തന്നെ ഇവിടെ ശിവനുമായി ബന്ധപ്പെട്ട ഒരു സങ്കേതമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ 137ാമത് പ്രതിഷ്ഠാ വാർഷികമാണ്. ഈ അരുവിപ്പുറത്തെ ശിവപ്രതിഷ്ഠയ്ക്കൊരു പ്രത്യേകതയുള്ളത് 137 വർഷമായിട്ടും പുനഃപ്രതിഷ്ഠ വേണ്ടി വന്നിട്ടില്ല. മറ്റു ക്ഷേത്രങ്ങളിലെല്ലാം 12 വർഷം കൂടുമ്പോൾ പുനഃപ്രതിഷ്ഠ നടത്തണം. എന്നാൽ ശ്രീനാരായണ ഗുരുദേവൻ നടത്തിയിരിക്കുന്ന ഈ പ്രതിഷ്ഠ ഗുരുവിൻ്റെ സിദ്ധി ഉപയോഗിച്ച് 2 ശിലയും, അതായത് ശിവലിംഗവും പീഠവും ഉരുകി ചേർന്നിരിക്കുകയാണ്. അത് ഗുരുവിൻ്റെ ഒരു അത്ഭുതകരമായിട്ടുള്ള യോഗ സിദ്ധിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ താന്ത്രിക വിധിപ്രകാരമല്ല പൂജകൾ നടത്തുന്നത്. ഇപ്പോൾ നമ്മൾ ഈ 137ാമത് വാർഷികത്തോടനുബന്ധിച്ച് ഗുരു ശങ്കരൻകുഴിയിൽ നിന്ന് മുങ്ങിയെടുത്ത ശിവലിംഗം, ആ സമയത്ത് നമ്മളൊരു 1008 കുടം ജലം എടുത്ത് ഈ ശിവലിംഗത്തിൽ അഭിഷേകം ചെയ്യുന്നുണ്ട്. ആയിരക്കണക്കിന് ആളുകളാണ് ആ പുണ്യകർമ്മത്തിൽ പങ്കെടുക്കുവാനായിട്ട് വരുന്നത്. രാത്രി ഉറക്കമുളച്ച് ഓം നമഃ ശിവായ ജപിച്ച് ആണ് അവർ ഇങ്ങനെ ലൈനായിട്ട് നിന്ന് 10 ദിവസം വ്രതമെടുത്ത് ലൈനായിട്ട് നിന്നാണ് അവർ ഈ കർമ്മത്തിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ എത്ര പേര് നിന്നാലും ഈ 1008 കുടവും അവരുടെ കയ്യിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു വരികയാണ്. അപ്പോൾ ആ സമയം അത്രയും അവർ ഓം നമഃ ശിവായ മന്ത്രം ജപിച്ച് അവരുടെ ദുഃഖവും അതുപോലെ മറ്റുള്ള കാര്യങ്ങളെല്ലാം ഭഗവാനിൽ സമർപ്പിച്ചാണ് ചെയ്യുന്നത്. ഇവിടെ നടത്തിയിരിക്കുന്ന ശിവക്ഷേത്ര നിർമ്മാണം ശ്രീനാരായണ ഗുരു നേരിട്ട് ചെയ്തതാണ്. ഗുരു ചെയ്തിട്ടുള്ള എല്ലാ ക്ഷേത്രങ്ങളും അതിന് പ്രത്യേകതകളുണ്ട്. ഒരു നമ്മൾ ട്രഡീഷണലായിട്ട് കാണുന്ന ഒരു ശിവക്ഷേത്ര നിർമ്മിതിയല്ല ഇത്. അന്നത്തെ ആചാരങ്ങളെ ഗുരു ശരിക്കും നിശിതമായിട്ടുള്ള വിമർശനത്തിലൂടെ മനുഷ്യന് പ്രയോജനകരമായ രീതിയിൽ മാറ്റിയെടുക്കുകയായിരുന്നു. ഗുരുവിൻ്റെ സങ്കല്പത്തിൽ ക്ഷേത്രങ്ങളിൽ വെളിച്ചവും വായുവും ശുദ്ധമായിട്ടുള്ളത് കയറണം. അതുകൊണ്ട് വവ്വാലുകൾ കയറി ഇരിക്കുന്ന ക്ഷേത്രങ്ങളല്ല വേണ്ടത് എന്ന് ഗുരു അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ശിവഗിരിയിൽ ശാരദാ ക്ഷേത്രം. അവിടെയും വളരെ പുതുമയോടുകൂടിയാണ് ഗുരു പ്രതിഷ്ഠ നടത്തിയിട്ടുള്ളത്. ശാരദാ വിദ്യാദേവതയാണ്. ആ ക്ഷേത്രത്തിലും താന്ത്രിക വിധി പ്രകാരമല്ല. ഒരുപക്ഷെ നമ്മൾ ഈ ലോകത്ത് ഇത്രയും മനോഹരമായ ഒരു ക്ഷേത്രം നമ്മൾ കാണാൻ നമുക്ക് സാധ്യമല്ല. അത്രമാത്രം പുതുമയോടുകൂടി ഇന്ന് നമ്മൾ കാണുമ്പോൾ പുതുമയോടുകൂടിയാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഗുരു സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തിട്ടുള്ള എല്ലാ ക്ഷേത്രങ്ങളും വളരെ പുതുമയോടുകൂടിയതാണ്. കാരണം മനുഷ്യന് അവൻ്റെ ഉള്ളിലുള്ള ചൈതന്യത്തെ തിരിച്ചറിയാൻ പറ്റാതെ ഇരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ആ ചൈതന്യത്തെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് താൽക്കാലികമായിട്ട് കൊടുക്കുന്ന ഒന്നാണ് വെളിയിലുള്ള ഒരു ദേവതാ സങ്കല്പവും ക്ഷേത്രവും. ഭഗവത്ഗീത വളരെ വ്യക്തമായിട്ട് അത് സൂചിപ്പിക്കുന്നുണ്ട്. ഇദം ക്ഷേത്രം കൗന്ദേയ. ക്ഷേത്രമെന്ന് പറയുന്നത് നമ്മുടെ ഈ ശരീരത്തെയാണ്.
അതല്ലാതെ പുറത്ത് കാണുന്നതല്ല. അപ്പോൾ ഈ ശരീരത്തിൻ്റെ ഉള്ളിലാണ് ക്ഷേത്രജ്ഞനായിട്ട് ആ ദേവത, ആ ചൈതന്യം ഉള്ളത്. അപ്പോൾ അങ്ങനെ നമുക്ക് എന്നാണോ തിരിച്ചറിയാൻ പറ്റുന്നത്, ആ സമയത്ത് മാത്രമാണ് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞിട്ടുള്ള ജാതിഭേദവും മതദ്വേഷവും ഇല്ലാത്ത സോദരത്വേന വാഴുന്ന ഒരു മാതൃകാസ്ഥാനം സൃഷ്ടിക്കുവാൻ സാധിക്കുകയുള്ളൂ. ക്ഷേത്രങ്ങളും പള്ളികളും മോസ്കുകളും ഒക്കെ മനുഷ്യൻ്റെ ഉള്ളിലെ ആ ദിവ്യതയെ തിരിച്ചറിഞ്ഞുകൊണ്ട് സോദരത്വേന വാഴാൻ വേണ്ടിയിട്ടാണ് ലോകത്തോട് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. ഇപ്പം നമ്മൾക്കറിയാം, ക്ഷേത്രങ്ങളിൽ ഷർട്ട് ഊരി കയറണമോ അല്ലാതെ കയറണമോ എന്നുള്ള വലിയ വിവാദങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു ക്ഷേത്രത്തിൽ കയറുന്നതിനും നമുക്ക് ഷർട്ട് ഊരേണ്ട ആവശ്യമില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. പക്ഷേ അതൊരു ആചാരമായിട്ട്, ഒരു അന്ധമായിട്ടുള്ള ഒരു ആചാരമായിട്ട് നിലനിർത്തുകയാണ്. അതല്ല ക്ഷേത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറിച്ച് ആ ക്ഷേത്രത്തിൽ നമ്മൾ പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉള്ള കാമ, ക്രോധ, ലോഭ, മോഹ, മതമാത്സര്യാദികൾ ഇല്ലാതാകണം. ഇതാണ് ഷഡ്വൈരികൾ എന്ന് പറയുന്നത്. ഇതാണ് നമുക്ക് ദുഃഖത്തിന് കാരണമായിരിക്കുന്നത്. ഈ രീതിയിലുള്ള അറിവ് ക്ഷേത്രങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ തന്ത്രികളിൽ നിന്ന്, അല്ലെങ്കിൽ ക്ഷേത്ര ഭാരവാഹികളിൽ നിന്ന്, അല്ലെങ്കിൽ സന്യാസി ആശ്രമങ്ങളിൽ നിന്ന് നമുക്കുണ്ടാവണം. അതുണ്ടാക്കി കൊടുക്കണം. അത് പലപ്പോഴും സ്വാർത്ഥത ഉള്ളതുകൊണ്ട് അത് അവരുണ്ടാക്കി കൊടുക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. തീർച്ചയായിട്ടും ആ സ്വാർത്ഥത മാറുമ്പോൾ ഈ അറിവ് പ്രകാശിക്കും. നമ്മൾ വളർന്നു വരുന്ന തലമുറ അത് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ അവർക്കും അവരുടെ ജീവിതം വളരെ ശാന്തവും അതുപോലെ തന്നെ സുഖകരവുമായിരിക്കുമെന്നുള്ളതാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ആൽമരത്തിന് താഴെയാണ് 1903 ജനുവരി 7 SNDPയുടെ യോഗം ആദ്യമായി നടക്കുന്നത്. അന്ന് ശ്രീനാരായണ ഗുരുവിൻ്റെ അധ്യക്ഷതയിലാണ് ആ യോഗം നടന്നത്. ഇന്ന് ഇന്ത്യ മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഈ സംഘടനയുടെ തുടക്കം ഈ മണ്ണിൽ നിന്നാണ്, ഈ ആൽമരത്തിന് താഴെ നിന്നാണ്. അനേകായിരം ശിവക്ഷേത്രങ്ങൾ ഉള്ളപ്പോഴും അരുവിപ്പുറത്തെ വ്യത്യസ്തമാക്കുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ കൈകളാൽ സൃഷ്ടിക്കപ്പെട്ടു എന്നതാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് മാനവികതയ്ക്ക് വേണ്ടി നിലകൊണ്ട ഒരു മഹാത്മാവിന്റെ സാന്നിധ്യം ഈ അമ്പല പരിസരത്തിൽ നമുക്കറിയാൻ സാധിക്കും. ഈ ശിവരാത്രിയിൽ മനസ്സിൽ ഭക്തിയുടെ നിർവൃതി അനുഭവിച്ചറിയാൻ വരുന്ന ഭക്തജനങ്ങൾക്കായി അരുവിപ്പുറവും ശിവക്ഷേത്രവും ഒരുങ്ങിക്കഴിഞ്ഞു.